Inaugural ceremony and the lamp lighting. So for which I invite first of all the HOD of our department, Sergeant Thomas sir. Our Mahat coordinator and vice principal of the college, Shaiju KS sir. Our very beloved sponsor, sir, could you please come, sir? Jayesh Matthew. Our special guest, Ria Binoman, could you please come? Now I invite the Mahat representatives, Nestin, Deepak, Julie, Kirtana, Bhuvaneshwar. So could you all please raise? Please be seated. So now we have some very encouraging words from Mr. Jayesh Matthew. He is a budding entrepreneur. He has some futuristic ideas. We have been hearing these days, and we want you all to be aware and what are the possibilities for this. So I actually very happily welcome you, sir. So please grace the stage and give your opinions and ideas to them. ഹലോ, ഇന്ന് ശരിക്കും സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരു സാധാരണ കട്ടപ്പനക്കാരൻ അവൻ നിങ്ങളുടെ ഇത്രയും പേരുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങളെനിക്കൊരു അവസരം തന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിയൻകുളയിലെ സ്റ്റുഡൻസ് എനിക്കൊരു അവസരം തന്നു. അതുകൊണ്ട് മാത്രമാണ് എന്നെ എല്ലാവരും അറിയാൻ പോകുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം വഴി വെട്ടി വേറെ രീതിയിൽ പോയാണ്. നിങ്ങൾ എനിക്ക് അവസരം തന്നതുകൊണ്ട് ഇന്ന് എന്നെ ലോകം അറിയാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. എൻ്റെ ബലം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇത് ഞാൻ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, ബ്രേക്ക് എടുത്ത് വിടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംസാരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തന്നെ മനസ്സിലാവും. എൻ്റെ ഹാർട്ട് റേറ്റ് കൂടുന്നത് എനിക്ക് തന്നെ മനസ്സിലാവും. എൻ്റെ പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പോലും അത്തരത്തിലുള്ള ഇഷ്യൂസ് എനിക്ക് വരെ ഉണ്ട്. അത് നിങ്ങൾക്കും ബാധിക്കും. അതുകൊണ്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, ബ്രേക്ക് എടുത്ത് വിടുക. ജസ്റ്റ് പറയുന്ന കാര്യങ്ങൾ സംഭവങ്ങളൊന്നുമില്ല. സാധാരണക്കാരുടെ ചെറിയൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യം. എന്നെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. ഞാൻ പഠിച്ച എല്ലാ സ്കൂളിലും ബാക്ക് ബെഞ്ചർ. ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് ഇതുവരെ ഒരു സ്റ്റേജിൽ പോലും അവസരം കിട്ടാതിരുന്നേ. ഇത് നിങ്ങളുടെ മുന്നിൽ വന്ന്
ഇത്രയും പേരെ ഫേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്നെ തിരിച്ചറിയാതെ പോയതാണ്. എൻ്റെ കഴിവിനെ ഒരിടത്തുനിന്നും ആർക്കും തിരിച്ചറിയാൻ പോയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന്, അതായത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത സിറ്റുവേഷനിൽ വന്ന് നിൽക്കേണ്ടി വന്നത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. അതായത് സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിപ്പോൾ നിങ്ങളോട് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫിയർ എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണം. നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ഇത്രയും സ്റ്റേജ് ഫിയർ ഉള്ള ഒരാൾ നിങ്ങൾക്ക് മുന്നിൽ കയറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നാളെ നിങ്ങൾക്കും ഇതുപോലെ, അതായത് ഇതേ സിറ്റുവേഷൻ ഇരിക്കുന്ന പല സ്റ്റുഡൻസും നമ്മുടെ ഇടയിൽ ഉണ്ടാവും. അവർക്കും ഇത് മാറ്റാൻ പറ്റണം. അതിനുവേണ്ടിയാണ് എൻ്റെ ഫിയർ ആദ്യം എന്താണെന്ന് ഞാൻ പറയുന്നത്. ഇന്ന് നിങ്ങൾ കാണുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്റ്റേജ് ഫിയർ ഉള്ള ആൾ ഞാനാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംഭവമല്ല, കുറച്ച് ഈഗോ, ഭയങ്കര ഈഗോയുടെ ഒരു കോട്ടയാണ് എനിക്ക്. അതായത് ശരിക്കും എൻ്റെ ഒരു 2-3 പേര് ഒരുമിച്ച് നോക്കിയാൽ തന്നെ എന്തോ പ്രശ്നമുണ്ട്, എന്തോ വലിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എല്ലാവരും എന്നെ നോക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു പ്രശ്നം കൊണ്ടൊന്നുമല്ല, നമുക്ക് എന്തെങ്കിലും സംതിങ് വെറൈറ്റി, നമ്മളുടെ എന്തോ ഒരു വെറൈറ്റി ഉണ്ട്, അതുകൊണ്ടാണ് എന്നിലേക്ക് ആൾക്കാർ ശ്രദ്ധിക്കുന്നതെന്ന്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി വന്നത് ഏകദേശം എൻ്റെ ജീവിതത്തിലെ 16 വർഷങ്ങളാണ്. അതായത് എൻ്റെ ഒരു കുറവിന്, അതായത് എൻ്റെ അമ്മയെ എടുത്ത് നിന്നിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു, അമ്മ എല്ലാവരും എന്നെ കളിയാക്കുന്നു, എല്ലാ കുറവുകൾ ഒറ്റ ഒരു കുറവുണ്ട്, ആ കുറവുകളെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ താത്തിക്കളയും. അതായത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പലരും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാവരും താത്തിക്കളയും. അതായത് ഒരു ഡയറക്ടർ സ്റ്റുഡൻറ്റ് എടുത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ താത്തിക്കളയുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു വരാൻ എന്ത് ചെയ്യണമെന്ന് അമ്മയെടുത്ത് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വേറൊന്നുമല്ല, 1000 കുറവുകളുള്ള മനുഷ്യരുടെ നടുവിൽ നിനക്കൊരൊറ്റ കുറവ് കിട്ടും, അതുകൊണ്ടാണ് നിന്റെ ഈ ഒരു കുറവ് എല്ലാവരും കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്. ഈ ഒരൊറ്റ ബേസിൽ അന്ന് തുടങ്ങിയതാണ്. അന്ന് ജെയ്സ് ഗാരിയസ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച്, എൻ്റെ പ്രോഡക്റ്റ് ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ ഈ അവതരിപ്പിക്കുന്ന എൻ്റെ പ്രോജക്റ്റ് ഇസറാണ്. എനിക്കിതിനു മുന്നേ A മുതൽ X വരെയുള്ള സകല പ്രോജക്റ്റും ഞാൻ ഫിക്സഡാണ്. നിങ്ങൾ പറയുന്ന ഏതൊരു സാധനത്തെക്കുറിച്ചും, വെറും ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ആയി ഞാൻ നിങ്ങൾ പറയുന്ന ഏതൊരു സാധനത്തിനെ കുറിച്ചും വിറ്റ് കാണിക്കാൻ, നിങ്ങൾ പറയുന്ന ഏതൊരു സാധനത്തിനും പുതിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി കാണിക്കാൻ പറ്റും. നിങ്ങൾ പറയുന്ന ഇപ്പോൾ ഈ ട്രക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഫ്രെഡി ആള് അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേരുടെ അടുത്ത് നിങ്ങൾ പലരും ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടാവും. അവനതൊന്നും കെയർ ചെയ്തില്ല, അവനവൻ്റെ സ്കില്ലിനെ മാത്രമാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോം അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു 24 hours സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം കട്ടപ്പന സിറ്റി, അതായത് വീക്കസ്റ്റിൽ നിന്നുള്ള റിച്ചസ്റ്റ്, ആ ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക. നിങ്ങൾക്ക് ചിന്തിക്കുന്ന സംബന്ധിച്ച് നിങ്ങളെല്ലാവരും ന്യൂയോർക്കിനെ കുറിച്ചും ഈഫൽ ടവറിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ നാടും എൻ്റെ നാട്ടുകാരും എനിക്ക് വരുന്നത്, അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് എൻ്റെ പ്ലാനിങ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം, 24 hours ഉള്ള ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം. ഈ ഐഡിയ എനിക്ക് തരാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നത് നമുക്ക് എന്താ പറയുക, എല്ലാവരും തള്ളി പറയുന്നത് തൊപ്പി എടുക്കുന്നതാണ് ഇങ്ങനൊരു ഐഡിയയിലേക്ക് ഒരു ചിന്ത വന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി ഒരു ദിവസം ഒരു ലൈവ് എടുത്ത് ചോദിച്ചു, എന്താണ് കാരണം, ആരും ഇത് തുടങ്ങാത്തതിന് കാരണം എന്താണ്? നമ്മുടെ ഒരു പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു PS5-ഉം ഒരു സ്ട്രീമിങ്ങും വാങ്ങിച്ച് തുടങ്ങാനുള്ള പണമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുവാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കഴിവ് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, റിയയെ സംബന്ധിച്ച് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. ഓഫ് റോഡിൻ്റെ ഞാനിന്ന് കണ്ടതിൽ വെച്ച്, അതായത് ഞങ്ങളുടെ ഒരു ഭാഷ പറയുകയാണെങ്കിൽ പാണ്ടിലോറിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തടി വെച്ചുകൊണ്ട് പോകുന്ന സാധനം അത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ. അതാണ് ഞാൻ ആദ്യം റിയയെ ശ്രദ്ധിക്കാൻ കാരണം. പിന്നെ വിനോദ് ചായൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂം വരെ പുള്ളിയെ ഞാൻ കുറേ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഓഫ് റോഡ് ജീപ്പ് ഈ സാധനം ഓടിക്കാൻ പറ്റുള്ളൂ, എന്നാൽ എന്നെക്കൊണ്ട് പോസിബിൾ അല്ല എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്കറിയാം ഇതൊന്നും വിഷയമുള്ള കാര്യമില്ല. നാളെ പോയി ദുബായിൽ പോയിട്ട് ഒരു 20,000 രൂപ മുടക്കി കഴിഞ്ഞാൽ എനിക്ക് വിസ എടുത്ത് അവിടെ ചെന്നിട്ട് അവിടെ പോയി അറബികളുടെ കൂടെ പോയി നിന്നിട്ട് ഒരു 10,000-30,000 രൂപ മുടക്കി കഴിഞ്ഞാൽ എനിക്ക് മണലിൽ കൂടെ കിടന്ന് നിസാൻ പെട്രോൾ ഓടിക്കാൻ പറ്റും. ഇതൊന്നും വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ഫസ്റ്റ് ബേസ് ഉണ്ടാക്കി എടുക്കുക. അപ്പം അതിനകത്ത് ഞാൻ ഒത്തിരി ഡയമെൻഷനിലേക്ക് പോകുന്നില്ല.
നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പറയാം, നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുക. നിങ്ങൾക്കൊരവസരം നല്ലൊരു ഗെയിം കളിക്കാൻ, നിങ്ങൾക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ എക്സ്പ്രസ് ആകാൻ കഴിവുണ്ടോ, എന്തും ആയിക്കോട്ടെ. ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്ന് വെച്ച് അവത്തെ കൊട്ടിപ്പാടാൻ കഴിവുണ്ടോ, പോലെ അങ്ങോട്ട് പോലെ ഞാൻ നിങ്ങൾക്ക് വേദിയുണ്ടാക്കി. നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ വീട്ടുകാരോ നാട്ടുകാരോ കുടുംബമോ ആരും തിരിച്ചറിയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങൾ പോലെ ഉറപ്പായിട്ടും ലോകത്തിനെ മുഴുവൻ മുന്നിൽ ഞാൻ കാണിക്കാൻ റെഡിയാണ്. അതിനു വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഇൻവെസ്റ്റ്മെൻറ്റാണ്. സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാൻ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ആരംഭിക്കുന്നതിന് കാരണം എൻ്റെ കയ്യിലുള്ളത് സ്റ്റുഡൻസാണ്. അത് ഒരു ഇൻ്റർനാഷണൽ കോളേജിലെ സ്റ്റുഡൻസ്. നിങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നതിന് കാരണത്താണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് സ്റ്റേറ്റ് സർവീസിൽ ഞങ്ങളെ സംബന്ധിച്ച് മലയും കോളേജിൽ ഒന്ന് കയറാൻ പറ്റുക. ഞാനിത് കയറി വന്നപ്പം സെക്യൂരിറ്റീസ് കൈ പൊക്കിയില്ല, അവർ തടഞ്ഞില്ല. കാരണം എന്തായാലും അത് നമ്മുടെ വരവിൻ്റെ എൻട്രിയാണ്. ആ എൻട്രി കണ്ടു കഴിഞ്ഞാൽ ആർക്കും പറയാൻ തോന്നില്ല. നമ്മൾ നേരെ മറിച്ച് 2 സൈക്കിളിലാണ് വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിർത്തിയാൽ ഉറപ്പായിട്ടും പിടിച്ചു നിർത്തിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അല്ലാതെ ഇതൊന്നും നോർമലായിട്ട് ഉണ്ടാകുന്നതാണ്. ഗോപി ചെമ്മണ്ണൂർ വന്ന് അദ്ദേഹത്തിൻ്റെ കഴിവ് കാണിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹം നല്ല രീതിയിൽ, അതായത് ധനവാനാണെങ്കിൽ പോലും നല്ല രീതിയിൽ ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മളുടെ കൂടുതൽ ശ്രദ്ധ ആവശ്യിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ നന്മ മനസ്സ് ഒരുപാട്, അതായത് എല്ലാവരും പറയും അദ്ദേഹത്തെ സംബന്ധിച്ച് എന്നാ പറഞ്ഞാൽ അദ്ദേഹം ഒരു പൈസ ഉണ്ടായിട്ട് അത് ദൂരത്തടിക്കാന്നൊക്കെ ചിലപ്പോൾ എല്ലാവരും പറഞ്ഞു പോയി. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ജോലിക്ക് അവസരം തന്ന വ്യക്തി ഗോപി ചെമ്മണ്ണൂരാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലുള്ള അതായത് മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്, ഫസ്റ്റ് ജോബ്. ഇപ്പം ഞാൻ ബജാജ് ഫിനാൻസിൻ്റെ ഏകദേശം കേരളം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ക്ലസ്റ്റർ മാനേജർ ആ ഒരു ലെവലിലേക്ക് ഞാൻ വന്നു. അതിനും അത് ഇപ്പോൾ ഇടുക്കി മാത്രം നോക്കുന്നത്, പ്രൊമോഷൻ ആയതുകൊണ്ട് ഇടുക്കി ബേസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മളെ സ്കില്ല് മാത്രം ട്രസ്റ്റ് ചെയ്യുക. റൊണാൾഡോയെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി ഒരു പ്രൊഫസർ ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. റൊണാൾഡോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കളിച്ചേ പറ്റൂ. സച്ചിൻ തെണ്ടുൽക്കർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ബീച്ച് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ബാറ്റെടുത്ത് കൈ കൊടുത്തേ പറ്റുള്ളൂ. അതാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് സ്കില്ല് നിങ്ങൾ നോക്കുള്ളൂ. നാളെ ഈ മരിയൻ കോളേജ് മുഴുവൻ ചേഞ്ച് ചെയ്യുന്നു, സ്കിൽ ഡെവലപ്മെൻറ്റിലേക്ക് ആരംഭിക്കുന്നു. ഈ ഒരു സ്പീച്ച് കാണുന്ന എല്ലാവരും സ്കിൽ ഡെവലപ്മെൻറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഇല്ലെങ്കിൽ അതൊരു സെക്ഷൻ മാറ്റുന്നു, പുതിയൊരു സബ്ജക്റ്റ് ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്താൽ പോലും ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ഈ ഐഡിയ നിങ്ങളെല്ലാവരും നാളെ തുടങ്ങിയപ്പോൾ ഞാൻ ഹാപ്പിയാണ്. കാരണം എന്താ, ഫസ്റ്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് ഞാനാണ്. എൻ്റെ സ്റ്റാർട്ടപ്പ് കമ്പനി 1000 പേര് തുടങ്ങിയപ്പോഴും എനിക്ക് യാതൊരു ഭയവുമില്ല. കാരണം എന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ്. എല്ലാവരും ഇത് ചെയ്യണം, ഈ സാധനം ചെയ്യാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് വരികയും വേണം. എല്ലാവരും എൻ്റെ ഈ സാധനം ഒരു പേറ്റൻറ്റും ഇല്ലാതെ ഈ ഐഡിയ എത്ര പേർക്ക് വേണമെങ്കിലും ഞാൻ പ്രോജക്റ്റ് സെറ്റ് ചെയ്യാൻ റെഡിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവരും ചെയ്യണം. ഇത് ചെയ്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നന്മയുണ്ടാകത്തുള്ളൂ. ഗെയിം കളിക്കാൻ കഴിവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഗെയിം കളിക്കാൻ പറയുന്നത് അവൻ പൊട്ടനാണ്, ഇല്ലെങ്കിൽ അവനെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അവൻ ഗെയിം കളിക്കാണ്ടിരിക്കുന്നത്. അവൻ്റെ ഗെയിമിംഗ് സ്കില്ലിനെ കുറിച്ച് ആർക്കും അറിയില്ല. നമ്മുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെ പോലും ഗെയിമിംഗ് സ്കില്ലിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അത് നാളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ നമ്മളെ സംബന്ധിച്ച് ഒരു ദിവസം കൊണ്ട്, അതായത് തൊപ്പി ഒരു കൺസ്യൂമർ സൈൻ ചെയ്ത് 1 കോടി രൂപയ്ക്കാണ്. ഒരു 8ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള തൊപ്പി 1 കോടി രൂപയ്ക്ക് കൺസ്യൂമർ സൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റുമോ? അതായത് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള സാലറി മൊത്തമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ സാലറി. ഐഷോ സ്പീഡിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഐഷോ സ്പീഡിനെ കുറിച്ച് ഇവിടെ എത്ര പേർക്കറിയാം? ഒന്ന് കൈ വെക്കാമോ? ഐഷോ സ്പീഡിൻ്റെ വിദ്യാഭ്യാസമാണോ അവരുടെ കഴിവിനെയാണോ നിങ്ങൾ കാണുന്നത്? പറയാൻ പറ്റുമോ? ഒന്ന് സൗണ്ടായിട്ട് പറയാൻ പറ്റുമോ? കഴിവിന് 5236 കോടിയാണ് മന്ത്ലി ഇൻകം. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? മന്ത്ലി ഇൻകം 5236 കോടി. നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല അദ്ദേഹത്തിൻ്റെ മന്ത്ലി ഇൻകം. ഇതിപ്പോൾ അത്ര ഇല്ലെങ്കിൽ തന്നെ എന്തായാലും 1 കോടി രൂപയ്ക്ക് മുകളിൽ പെട്ടെന്ന് ഇട്ടിട്ട് നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല ഒരു മന്ത്ലി ഇൻകം അത്രത്തോളം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ എൻ്റെ CEO രാജീവ് ജെയിൻ, അദ്ദേഹത്തിന് ഏകദേശം 106 കോടി രൂപ മന്ത്ലി സാലറി ഉണ്ടെന്നാണ് കഴിഞ്ഞ ഒരു സെൻസസ് പറഞ്ഞത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന വ്യക്തി. അതൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ തലപ്പത്തിരുന്നുകൊണ്ടാണ്. നമുക്ക് നാളെ ഈ തലപ്പത്തിരുന്നുണ്ട്
നമ്മൾ എംപ്ലോയീസ് ആയിട്ട് ഇരുന്നാൽ മതിയോ? അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംവിധാനം പറയുന്നത്. പിന്നെ എനിക്കൊരു കാര്യത്തിനോട് തീർത്തും എതിരുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനെ പോലെ ഞാൻ ചിന്തിക്കുന്നതുകൊണ്ടാണ്, ഇന്ത്യയാണ് എൻ്റെ പ്ലാറ്റ്ഫോം എന്ന് ഞാൻ ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇവിടുന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വാങ്ങിച്ച് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന എല്ലാവരും ഒന്നുകൂടി ചിന്തിക്കണം. നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്ന കാര്യമില്ല. നമ്മുടെ വീടുകളിൽ ഇപ്പം അപ്പനും മാത്രമേ ഉള്ളൂ, വല്യപ്പനും വല്യമ്മച്ചിയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും പോവുക, എല്ലാവരും വിട്ടു പോവുക. നമുക്കെന്തോ വലിയ ക്രെഡിറ്റാണ്. അതായത് നമ്മളെ ഇത്രയും കാലം അടിമയായിട്ട് വെച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നമ്മൾ വീണ്ടും അവന്മാരുടെ അടിമയായിട്ട് അങ്ങോട്ട് പോവുക. അത് നമുക്ക് എന്തോ വലിയ ക്രെഡിറ്റാണ്. നമ്മുടെ ഫാമിലികളിൽ അപ്പനും അമ്മമാർക്കും എൻ്റെ കുഞ്ഞിന് 3 ലക്ഷം രൂപ സാലറി ഉണ്ട്, എന്തോ വലിയ ക്രെഡിറ്റാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണോ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്? നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യം നേടിത്തന്നത്. നിങ്ങളുടെ എല്ലാവരും ഓരോ പുതിയ പദ്ധതികൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, കഴിവുകളുള്ളവരുണ്ട്. നമ്മുടെ കഴിവുകളെ കണ്ടുപിടിച്ച് നിസ്സാര കാര്യം എനിക്ക് പറയാൻ പറ്റും. ഒരു കട്ടപ്പനക്കാരൻ ജൂഡോ ചാമ്പ്യനാണ്, 2nd പ്രൈസ് വാങ്ങിച്ച ചാമ്പ്യന് അവരുടെ സ്റ്റേറ്റ് കൊടുത്തത് കോടികളാണ്. എൻ്റെ നാട്ടുകാരൻ എൻ്റെ ഫ്രണ്ട് അടുത്തുണ്ട്, ഒരു ജൂഡോ ചാമ്പ്യൻ 1st പ്രൈസ് വാങ്ങിച്ചത്. അവനെ ആരും തിരിച്ചറിഞ്ഞില്ല. അവനെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് അഭിനന്ദിക്കാൻ പോലും ആരും തയ്യാറായില്ല. കാരണം എന്താ? നമ്മളിവിടെ സ്കില്ലിനെ അല്ല വിശ്വസിക്കുന്നത്, ഇവിടെ പഠനത്തെയും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സ്കില്ലിനെ വിശ്വസിച്ച് ഒരാൾ ഒരു ദിവസം ഒന്ന് ഇറങ്ങിയാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ മാറ്റങ്ങളായിരിക്കും. ഇവിടെ നടക്കാൻ പോകുന്നത് പുതിയ റൊണാൾഡോ എന്നല്ല, ഓരോരുത്തരുമായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും ഓരോ ബ്രാൻഡുകളായി മാറും. നമ്മുടെ ഇന്ത്യ ടൂറിസത്തിൻ്റെ ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ അവരാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ടൂറിസത്തെക്കുറിച്ച് സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ ടൂറിസം ഇവിടെ ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ ടൂറിസം ഇതുവഴി എപ്പോഴെങ്കിലും ഫോറസ്റ്റിൻ്റെ ഒരു വണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്, അവിടെ പുലി ഇറങ്ങി. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അല്ലാതെ പുലി ഇറങ്ങി എന്തൊരു സംഭവം കണ്ടിട്ടുണ്ടോ? ഇവിടെ ടൂറിസം എന്ന് പറയുന്ന സംഭവം നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇനി ടൂറിസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ടൂറിസമല്ല, ടൂറിസം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ, നമ്മുടെ ഇവിടെയുള്ള വഴികൾ, ഇതൊക്കെ നേരത്തെ പെർമിഷൻ എടുത്തിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മലമണ്ടയിലേക്ക് ചെന്നിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സിഗ് ലൈൻ കൊണ്ടുവരാൻ നിങ്ങൾ ചെന്ന് നോക്ക്. 1000 എതിർപ്പുകളായിട്ട് 10,000 ലക്ഷം ടൈപ്പിൽ നിങ്ങൾക്ക് എതിരുകൾ വരും. ഒരു സിഗ് ലൈൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ മരിയൻകുളായിട്ട് നോട്ടിലേക്ക് തൊട്ടടുത്തുള്ള ഒരു മലയിൽ നിന്ന് സിഗ് ലൈൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് ചെന്നിറങ്ങി നോക്ക്. വൈദ്യുതി വിഭാഗം വരും, പരിസ്ഥിതി വിഭാഗം വരും, സകലരും വരും. പക്ഷേ നാളെ നമ്മുടെ ഇവിടുന്ന് വിട്ടു പോകാന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം ഉൾപ്പെടെ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും നമ്മളെ ഇവിടുന്ന് പുറത്തേടിക്കാൻ വേണ്ടി കൂടെ നടക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മുടെ ഇവിടുന്ന് നമ്മളെ ഇത്രയും കാലം നമ്മുടെ മാതാപിതാക്കളെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്ന ഒരു സമ്പ്രദായത്തിന് വീണ്ടും അടിമകളാകാൻ വേണ്ടി നമ്മൾ പോകുന്നു. ഇതാണ് സംഭവിക്കുന്ന കാര്യം. ഇത് മനസ്സിലാക്കുക പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേര്, എല്ലാവരും ഒന്നും എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരു 10 പേരെങ്കിലും ഇല്ലെങ്കിൽ ഒരാളെങ്കിലും, ധൈര്യമുള്ള ഒരാളെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഞാൻ ഉണ്ടാവും. എനിക്ക് എന്നെ സംബന്ധിച്ച് എന്നാ പറഞ്ഞാൽ, ധീരൻ ഒരിക്കലും മരിക്കും, വീരും 1000 തവണ മരിക്കും, അത്രേ ഉള്ളൂ. ഉയർത്താത്ത കരങ്ങളും ചലിക്കാത്ത നാവും അടിമത്തത്തിൻ്റെ അടയാളമാണ്. എനിക്ക് എൻ്റെ നാക്ക് ഉയർത്തുന്നതിൽ ഒരു മടിയില്ല, എൻ്റെ കൈ ഉയർത്തുന്നതിന് മടിയില്ല. ആയതിനാൽ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ കൂടെ ഒരാൾ നിന്നാലും നിന്നില്ലെങ്കിലും ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതെന്ന് പറയുന്നത് എൻ്റെ കോൺഫിഡൻസ് ആണ്. ഇതിപ്പോൾ ആരും ഇല്ലെങ്കിലും ഇത്രയും കോടിക്കണക്കിന് ഈ ഇന്ത്യ മുഴുവൻ എനിക്കെതിരായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് എന്താ, ഞാൻ ഈ പ്രോജക്റ്റുമായിട്ട് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ കൊണ്ടുപോകും. എനിക്ക് അവിടെ ചെന്ന് അവരെ കയറ്റിക്കൊണ്ട് വന്നാൽ മതി. നമുക്കിപ്പം നിങ്ങൾ എല്ലാവരും കൂടെ എതിർത്താൽ പോലെയുള്ള കാര്യങ്ങൾ എനിക്കതിന് എല്ലാവരുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു മൈൻഡ് പവർ ഒരു പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന ദൈവമായിരിക്കും നമുക്ക് തരുന്നത്. അത്രേ ഉള്ളൂ. നമുക്ക് നന്മയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കൂടുതൽ എന്താ പറയുക എഫേർട്ട് എടുക്കാൻ ശ്രമിക്കുക. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നാ പറയുന്നത്, ഒരു ഇന്റർനാഷണൽ കോളേജിൽ വന്ന് സംസാരിക്കുന്ന എനിക്ക് വലിയ കാര്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, അതായത് സ്റ്റേറ്റ് സിലബസിലെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും
ആർക്കും വേണേൽ എന്നെ വിളിക്കാം. 99467046 ആണ് എൻ്റെ മൊബൈൽ നമ്പർ. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. ഞാൻ നിങ്ങൾക്കൊരു, അതായത് ജോലി കഴിഞ്ഞിട്ട് എനിക്കൊരു ഫാമിലി ഉണ്ട്. ജയ്സാൻഡ്രിയ അതാണ് എൻ്റെ മകൾ. ജീന എസ് എബ്രഹാം എൻ്റെ വൈഫ്. വെറും ഒന്നുമില്ലാത്തോട് നിന്ന് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വന്ന വൈഫ്. ഒന്നുമില്ലാത്ത സമയത്ത്, ജോലിയോ കൂലിയോ ഒന്നുമില്ലാത്ത സമയത്ത് എല്ലാ കഴിവിനെ മാത്രം തിരിച്ചറിഞ്ഞ ആദ്യത്തെ വ്യക്തി ജീന എസ് എബ്രഹാം എൻ്റെ വൈഫ്. പിന്നെ എൻ്റെ മകൻ. അവർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ നിർബന്ധിതനാണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ നിങ്ങൾക്കൊരു അവസരം വേണം. നാളെ നിങ്ങൾക്ക് എൻ്റെ മുന്നിലേക്ക് വന്ന് നിന്നിട്ട് ഇത് ആവശ്യപ്പെടാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും വേണ്ടി ചെയ്തു തരാൻ ഞാൻ റെഡിയാണ്. അതിനുവേണ്ടിയിട്ട് ഞാൻ ഏത് ലെവൽ വരെ പോകാനും ഒക്കെയാണ്. എൻ്റെ കൂടെ അതിനാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഇന്നൊരു സിസ്റ്റവും ഉറപ്പായിട്ടും ഉണ്ട്. എൻ്റെ ബാക്കിലൊരു സിസ്റ്റം ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് വേറെ ആരുമല്ല, എൻ്റെ കോൺഫിഡൻസ് ആണ് എൻ്റെ ബാക്കിലുള്ള സിസ്റ്റം. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. താങ്ക് യു. Thank you, sir, for your lovely words. So, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയില്ല എന്താണ് ജെയ്സ് വാരിയേഴ്സ് എന്ന്. നിങ്ങളുടെ എല്ലാവരുടെയും കലകൾ പ്രദർശിപ്പിക്കാനായിട്ടൊരു സ്ഥലമാണത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും യു ഷുഡ് മേക്ക് ഷുവർ യു ആർ എ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഐ കോൾ upon റിയ ബിനോ മാം. മാം, we would like to hear your adventures throughout this years. Ma'am, could you please come? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവർക്കും താങ്ക്സ് പറയണം. കോളേജിനും പിന്നെ ജയ്ഷനും എനിക്കിങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് എല്ലാവരോടും താങ്ക്സ് പറയണം. പിന്നെ ഞാൻ ഇതിലേക്ക് വരാൻ കാരണം എന്ന് പറയുമ്പോൾ പപ്പയാണ്. അവർ നേരത്തെ തൊട്ട് ഇതുപോലത്തെ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഇത് കണ്ടു കേട്ടുമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പം നമുക്ക് ഇത് ഫസ്റ്റ് ഇറങ്ങുമ്പം ഓഫ് റോഡിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ നമുക്ക് പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ട്രാക്ക് എക്സ്പീരിയൻസ് ചെയ്താണ് നമുക്ക് ഇത് സിമ്പിളാണ് എന്ന് മനസ്സിലാവുക. പിന്നെ പേടിക്കാതെ ഇത് ഓടിക്കാൻ പറ്റണം. ഞാൻ സ്പീച്ചിനൊന്നും പ്രിപ്പയർ ആയിട്ടൊന്നും അല്ല വന്നത്. ഇത്രേ പറയാനുള്ളൂ. താങ്ക്സ്. So, thank you so much, ma'am. Now, to present the memento, I call upon our HOD, Sergeant Joseph, sir.